മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജീവൻ രക്ഷാ പ്രവർത്തന പദ്ധതിയിലെ പ്രധാന ഉദ്യോഗസ്ഥരായ അദ്ദേഹത്തിന്റെ ഗൺമാനും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും എതിരെ കേരള പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഗൺമാനായിട്ടുള്ള അനിൽകുമാറിനോട് തിങ്കളാഴ്ച ഹാജരാകുവാനാണ് പോലീസ് ആവശ്യപ്പെട്ടുള്ളത്. അന്നേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. അതേ ദിവസം തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് സന്ദീപിനോടും എത്തിച്ചേരുവാനായി പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും ജോലി തിരക്കെല്ലാം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസെടുത്ത് ഒരു മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് മറ്റൊരു പ്രധാന നടപടിക്രമത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ആശ്ചര്യവും ഈ കേസിന് പുറകിലുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലത്തിൽ വെച്ച് നവകേരള സദസ്സ് എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ആ ബസ്സിന് എതിരെ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കരിങ്കൊടി പ്രതിഷേധമെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞു നിർത്തുകയും അവരിൽ നിന്നും കരിങ്കൊടിയെല്ലാം തന്നെ പിടിച്ചു വാങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇവരെ തല്ലിച്ചതച്ചിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാന വാർത്ത എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ എന്നെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമങ്ങളിലടക്കം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാൻ ആദ്യം താമസിച്ചിരുന്നു. അതേ തുടർന്ന് കോടതി ഇടപെട്ടതിന് ശേഷം മാത്രമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് കേസെടുത്തിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് അവരെ ആയുധം ഉപയോഗിച്ച് തല്ലിച്ചതച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിനുശേഷം ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്നും അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇത്തരം വകുപ്പുകളെല്ലാം തന്നെ ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 7 വർഷം വരെ തടവിൽ ശിക്ഷ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം എന്ന് പറയുന്നത്. ഇത് അല്പം ആശങ്ക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചതിന് ശേഷം പലതരത്തിൽ പല ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കടുത്ത രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അഥവാ പോലീസിന്റെ കൃത്യമെല്ലാം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് CPM പ്രവർത്തകരോ അല്ലെങ്കിൽ DYFI പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനെതിരെയും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ആദ്യമേ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ സംഭവം ആലപ്പുഴയിലെത്തുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പോലും ഇറങ്ങി വന്ന് പ്രവർത്തകരെ മർദ്ദിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള യാതൊരു തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും മറ്റൊരു സവിശേഷത തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇറങ്ങി വന്ന് ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഗൺമാനെതിരെയും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസൊന്നും തന്നെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പോലീസിന്റെ ആ അനാസ്ഥക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് പോലീസ് പലപ്പോഴും CPM പ്രവർത്തകരുടെ ആണെങ്കിലും DYFI പ്രവർത്തകരുടെ ആണെങ്കിൽ പോലും ഇനി അഥവാ ഈ കേസിലേക്ക് വരുമ്പോൾ ഗൺമാന്റെ ആണെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആണെങ്കിലും ഇതിലെല്ലാം തന്നെ മൗനം പാലിക്കുന്നു എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രതിപക്ഷവും നിരന്തരമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഇപ്പോഴത്തെ ഈ നടപടിക്രമത്തിൽ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല എന്ന് കോൺഗ്രസ് ആരംഭിക്കുന്നുണ്ട്. അതിനവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ചോദിച്ച സമയത്ത്, അതായത് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയോട് ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് താനൊന്നും തന്നെ കണ്ടിരുന്നില്ല എന്നാണ്, താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. അതായത് മുഖ്യമന്ത്രി കൈ മലർത്തുകയാണ് ചെയ്തത്. അതായത് ഇത്ര വലിയ പ്രശ്നമുണ്ടായി, ഇതെല്ലാം തന്നെ ലോകശ്രദ്ധയെ ആകർഷിച്ചു, ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ അത്രയധികം ശ്രദ്ധ നേടി എന്നുള്ളതാണ്. അതായത് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അത്രയധികം ശ്രദ്ധ നേടിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി അത്തരം മനഃപൂർവ്വം കണ്ണടയ്ക്കുന്ന സാഹചര്യത്തിൽ പോലീസ് പോലും കേസെടുക്കാതെ, അതായത് ഇത്രയധികം പ്രതിഷേധമുണ്ടായിട്ടും പോലീസ് കേസെടുക്കാതിരുന്ന സാഹചര്യത്തിൽ പോലീസ് മുഖ്യമന്ത്രിയുടെ വാക്കുകേട്ട് കണ്ണടച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം എന്ന് പറയുന്നത്. ഇതേ സാഹചര്യത്തിൽ കോടതി പോലും ഇടപെടേണ്ടി വന്നു ഒരു നടപടി എടുക്കാനായിട്ട്, അഥവാ കേസ് എടുക്കാനായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല. എന്താണെങ്കിലും കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം എടുത്ത കേസാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഇനി എന്ത് നടപടി വരാനാണ്, ഇതിൻ്റെ ഭാവി എന്തായിരിക്കും, നടപടിയിൽ ഇനി അവർക്ക് ശിക്ഷ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ തങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആശങ്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും തല്ലിച്ചതച്ചു എന്ന് പറയപ്പെടുന്ന രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതി അത്രയും ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല.
മെച്ചപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവർ ഇപ്പോഴും ആ തല്ലി ചതച്ചതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്, ആ ചികിത്സ തുടരുന്നുണ്ട് എന്നുള്ള സാഹചര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്താൽ ഉണ്ടായതല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിണറായി വിജയൻ്റെ ഗുണ്ടകളാണോ അതോ CPIഎമ്മിൻ്റെ ഗുണ്ടകളാണോ സർക്കാരിൻ്റെ ഗുണ്ടകളാണോ എന്നെല്ലാം തന്നെയുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്കെല്ലാം തന്നെ നയിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ ഈ സമരത്തിലെല്ലാം തന്നെ പരിക്കേറ്റവർ ഇപ്പോഴും ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആണെങ്കിലും CPM പ്രവർത്തകരുടെ ആണെങ്കിലും ചില പ്രവർത്തികൾ അതിര് കടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ജീവൻ രക്ഷാ പോളിസി എന്ന് പറയുന്ന ഈ ഒരു നവകേരള സദസ്സിൽ ഉടനീളം ഉണ്ടായിരുന്ന ഈ ജീവൻ രക്ഷാ പോളിസി എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു പ്രതിഷേധ മാർഗം എന്ന് പറയുന്നത് അത്രയധികം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് അല്പം അതിര് കടന്നിട്ടുമുണ്ടായിരുന്നു. ചിലയിടത്തെല്ലാം നവകേരള സദസ്സ് ബസ്സിന് മുന്നിലേക്ക് ഓടി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചിട്ടുകൊണ്ട് അടിച്ചു എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. ഒരു MLA ആണ് മർദ്ദിച്ചതെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആക്ഷേപങ്ങളെല്ലാം അന്നും ഇന്നും എല്ലാം തന്നെ ആക്ഷേപങ്ങൾ മാത്രമായി നിൽക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയോ CPM പ്രവർത്തകർക്കെതിരെയോ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള നീക്കമോ അല്ലെങ്കിൽ വിമർശനം പോലും ലഭിക്കുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു സംരക്ഷണം അവർക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ കൂടി പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ ആ തോന്നൽ ഒരർത്ഥത്തിൽ അത് പലപ്പോഴും ആ ഒരു തോന്നൽ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റ് ആണെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥനാണെങ്കിലും പോലീസുകാരാണെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല, അത് മുഖ്യമന്ത്രിയുടെ പകപോക്കലിന് വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് MLA ആയിട്ടുള്ള ഷാഫി പറമ്പിൽ പോലും പ്രതികരിക്കുന്നത്. കൃത്യമായി മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന പ്രതിഷേധത്തിനോടുള്ള മുഖ്യമന്ത്രിയുടെ അമർഷമാണ് ഇവരിലൂടെ മുഖ്യമന്ത്രി തീർക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അവർക്ക് സംരക്ഷണം നൽകുന്നതും. അങ്ങനെ സംരക്ഷണം നൽകുന്ന, അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, ആ നടപടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ തുടങ്ങിയ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് എന്നുള്ളതാണ്. ഇനി നവകേരള സദസ്സ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സ് യാത്ര സമാപിച്ച് മാസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണെങ്കിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കെതിരെയും പരിഹാരം ലഭിച്ചിട്ടില്ല. നവകേരള സദസ്സ് യാത്രയെ തുടക്കം മുതലുള്ള പ്രതിഷേധങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള പരാതികൾക്ക് പരിഹാരം ലഭിച്ചിട്ടില്ല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പണച്ചെലവിൻ്റെ കാര്യത്തിൽ അതിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറുപടി വന്നിട്ടില്ല. അതായത് നവകേരള സദസ്സ് എന്ന് പറയുന്ന വലിയൊരു പരിപാടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുവെങ്കിലും ഇതുവരെയായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ ഇനി അഥവാ സർക്കാരിന് തന്നെ അനുകൂലമായ രീതിയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും തന്നെ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അധികം പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. അതായത് വരവ് ചെലവ് കാണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇതിനെതിരെ ഒരുപാട് പ്രവർത്തകർക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ അത്രയധികം പരാതികൾ പോയിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നില്ല. ഇനി എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാലും ജനങ്ങൾ നേരിട്ടെത്തി നൽകിയ പരാതിയിന്മേൽ പോലും പരിഹാരം ലഭിക്കാൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ അതത് ഡിപ്പാർട്ട്മെന്റിന് കാണുന്നില്ല, അഥവാ സർക്കാരിന് കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരുപാട് മതിലുകൾ ഇടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു, അവയെല്ലാം കെട്ടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നവകേരള സദസ്സിന് ഇപ്പോഴും മൗനം തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നവകേരള സദസ്സ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും നവകേരള സദസ്സ് ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ്.